ഹലോ സ്റ്റുഡൻസ്, IIT ജാമിൻ്റെ റീക്യാപ്പ് സീരീസ് ആണിത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ഈ റീക്യാപ്പ് സീരീസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിലൂടെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിലെ സ്പെസിഫിക് റൊട്ടേഷൻ ആൻഡ് ഇനാൻഷോമറിക് എക്സസ് എന്ന കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രാക്ടീസ് ക്വസ്റ്റ്യനുകൾ കിട്ടാൻ വേണ്ടി താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. കൂടാതെ ലെക്ചർ നോട്ട്സിനും ക്ലാസിൻ്റെ അപ്ഡേറ്റ്സിനും നമ്മളെ ഒരു ഫ്രീ ആയിട്ടുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്, സ്പെസിഫിക് റൊട്ടേഷൻ ആൻഡ് ഇനാൻഷോമറിക് എക്സസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് സ്പെസിഫിക് റൊട്ടേഷൻ. ഓക്കെ, ദ സ്പെസിഫിക് റൊട്ടേഷൻ ആൽഫ സീക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ സി ഇൻറ്റു എൽ അല്ലേ. ബ്രാക്കറ്റിലുള്ള ആൽഫ സീക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ സി ഇൻറ്റു എൽ. ആൽഫ സീക്വൽ ടു ഒബ്സർവ്ഡ് റൊട്ടേഷൻ, സി സീക്വൽ ടു കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് gram per ml, and L is length of the polarimeter that is in unit decimeter, and you know that 1 decimeter is equal to 10 centimeter അല്ലേ. അപ്പോൾ സ്പെസിഫിക് റൊട്ടേഷൻ ഇക്വേഷൻ ഇതാണ് അല്ലേ. നിങ്ങൾക്ക് ഓൾറെഡി ഇന്ന ഇക്വേഷൻ അറിയേണ്ടതാണ്. സോ ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ സ്പെസിഫിക് റൊട്ടേഷൻ. സോ ഗൈസ്, ഇനി ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ, ഇനാൻഷോമറിക് എക്സസ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്യൂരിറ്റിനെ കുറിച്ചാണ് അല്ലേ. അതിന് മുമ്പ് ഒരു കൺസെപ്റ്റ് പറയാനുള്ള റെസിമിക് മിക്സ്ചർ ആണ് കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാണ്ട്. സോ റെസിമിക് മിക്സ്ചർ പറഞ്ഞാൽ ഒന്നുമില്ല മക്കളെ, 50% ഞാൻ എന്ത് ചെയ്തു, ഡി ഇനാൻഷോമർ എടുത്തു. ഡി നമുക്കറിയാം ഡെക്സ്ട്രോ ഇനാൻഷോമർ. അത് ലൈറ്റിന് എന്തായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും, പ്ലെയിൻ പോളറൈസർ ലൈറ്റിനെ. അത് നമ്മൾ പ്ലസ് പറഞ്ഞ് സൈൻ ഇട്ട് കൊടുക്കും അല്ലേ, അതുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യല്. അതുപോലെ തന്നെ 50% ഞാൻ എൽ ഇനാൻഷോമർ എടുത്തു. എൽ നമുക്കറിയാം ബേസിക്കലി ലീവോ ഇനാൻഷോമർ. അത് നമ്മളെ പ്ലെയിൻ പോളറൈസർ ലൈറ്റിനെ എന്തോ ആൻറ്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും. അതിനെ എന്ത് ചെയ്തു, ഞാൻ നെഗറ്റീവ് സൈൻ ഇട്ടെടുത്തു. ഇതിൻ്റെ ഈക്വൽ പെർസെൻറ്റേജ് 50-50 ഈക്വൽ എമൗണ്ട് മീൻസ് 50-50% എല്ലും ഡി എല്ലിൻ്റെ മിക്സ്ചറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, റെസിമിക് മിക്സ്ചർ. ഈ റെസിമിക് മിക്സ്ചറിൻ്റെ പ്രത്യേകത എന്താണ് മക്കളെ, അവരെന്താ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. വൈ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്? കാരണം നമുക്കറിയാം ഒരു 50% ആയിട്ടുള്ള ഡസ്റ്റർ എന്തായിരിക്കും, ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യും പ്ലെയിൻ പോളറൈസിനെ. റിമൈനിങ് 50% ലീവ് എന്തായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസിൽ എന്തായിരിക്കും, പ്ലെയിൻ പോളറൈസിൽ റൊട്ടേറ്റ് ചെയ്യും. അൾട്ടിമേറ്റ്ലി നെറ്റ് റിസൾട്ട് ഓഫ് റൊട്ടേഷൻ എന്താവും, 0 ആവും. ദാറ്റ് മീൻസ് ഇഫ് റൊട്ടേഷൻ 0 ആണെങ്കിൽ, ക്ലോക്ക് എന്താ ചെയ്യുക, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി ആ മിക്സ്ചർ എന്തായിരിക്കും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിരിക്കും. ഓക്കെ, now what I'm going to do is that if in the percentage in the deviate here, if I change the percentage or deviate the percentage, it leads to ഇനാൻഷോമറിക് എക്സസ്. എന്തോ ഇനാൻഷോമറിക് എക്സസ് ആണ് കൺസെപ്റ്റിലോട്ട് പോകും. മീൻസ് 50-50 നിന്ന് ഞാൻ ഒരാളെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, പെർസെൻറ്റേജ് എന്ത് ചെയ്യുക, ഒന്ന് വേരി ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരാളെ എമൗണ്ട്, ഒരു ഇനാൻഷോമറിൻ്റെ എമൗണ്ട് എന്തായിരിക്കും കൂടും. അതിന് വിളിക്കുന്ന പേരാണ് ഇനാൻഷോമറിക് എക്സസ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ നോക്കൂ. സോ അൾട്ടിമേറ്റ്ലി അപ്പോൾ ആ മിക്സ്ചർ എന്തായിരിക്കും, ആ എക്സസിൽ ആളെ കാരണം കൊണ്ട് ആ മിക്സ്ചർ എന്തായി മാറും, ഒപ്റ്റിക്കലി ആക്റ്റീവായി മാറും. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. സപ്പോസ് ഞാൻ എന്തോ 50-50 നിന്ന് എന്ത് ചെയ്തു, മാറിയിട്ട് 6 ഇനാൻഷോമർ അല്ലേ. 6 ഇനാൻഷോമർ ക്യാൻ ബി ഡെസ്ട്രോ അല്ലെ ലിയോ എന്തോ ആവാം. 6 ഇനാൻഷോമർ 60% എടുത്തു. SR ഇനാൻഷോമർ ഞാൻ എടുത്തു 40% എടുത്തു. 50-50 അല്ല, ഒരാൾ മാറി അല്ലേ. അപ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇതിൽ ഇനാൻഷോമറിക് എക്സസ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പെർസെൻറ്റേജ് ഓഫ് ആർ മൈനസ് പെർസെൻറ്റേജ് എസ്. മീൻസ് 60% എന്ത് ചെയ്യുക ആറും, 60% എന്ത് ചെയ്യുക 40% എസ് മൈനസ് നമുക്ക് എന്ത് 20% ആറ് കിട്ടി. ദാറ്റ് മീൻസ് ഈ കോമ്പൗണ്ടിൽ എന്താണ് 20% ഇപ്പോൾ ആറ് എന്ന് പറഞ്ഞ സാധനങ്ങൾ എന്താ ഇപ്പോൾ എക്സസ് ആണ് അല്ലേ. റിമൈനിങ് നോക്കൂ, ഇതിൽ നിന്നുള്ള 40യും അല്ല, ഇതിൽ നിന്നുള്ള 40യും പിന്നെ ഓൾറെഡി ഉള്ള ഈ 40 എന്തായി മാറിയിട്ടുണ്ട്. ഈ രണ്ട് 40 എന്തായി മാറി, ബേസിക്കലി ദേ കൺവേർട്ടഡ് ഇൻറ്റു റെസിമിക് മിക്സ്ചർ. റെസിമിക് മിക്സ്ചറിൽ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൺലി റിമൈനിങ് 20% ദാറ്റ് ഈസ് ദിസ് 20% ഈസ് നൗ ഇനാൻഷോമറി എക്സസ് ഇൻ അനർജർ. ഡ്യൂ ടു ദിസ് ഈ മിക്സ്ചർ എന്തായിരിക്കും ഇപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഇതാണ് സിമ്പിൾ കൺസെപ്റ്റ്. ക്ലിയർ ആണല്ലോ. ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമുല ഫോർ ദി ഇനാൻഷോമർ എക്സസ് ഓർ ഒപ്റ്റിക്കൽ പ്യൂരിറ്റി. നമ്മളിപ്പോൾ തിയററ്റിക്കലി അതിന്റെ കൺസെപ്റ്റ് പറഞ്ഞു തന്നു. ഇനി നമുക്ക് ഇതിന്റെ ഫോർമുല വൈസിൽ എങ്ങനെ ഇതിനെ കണ്ടെത്താൻ നമ്മൾ പറയാമുണ്ട് അല്ലേ. അപ്പോൾ ഒരുപാട് ബുക്കിൽ പല രീതിയിൽ എന്താ ഇതിന് ഫോർമുലാസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആകും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താ കൂടുതൽ ഫോർമുലാസ് ഒന്നും നോക്കണ്ട. ഈ വീഡിയോയിൽ നമ്മൾ എന്താ പറയുന്നത്, ഇത് മാത്രം ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. സോ ഫസ്റ്റ് ഫോർമുല പറഞ്ഞ ഇനാൻഷോമർ എക്സസ് കണ്ടെത്താറുള്ളത് ഒബ്സർവ്ഡ് റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ. നമ്മളൊരു മിക്സ്ചർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മിക്സ്ചറിൻ്റെ എത്രയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്, നമ്മൾ എക്സ്പെരിമെൻ്റലി ഒബ്സർവ് ചെയ്യുന്ന റൊട്ടേഷൻ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യൂർ ഇനാൻഷോമർ അല്ലേ. നമ്മളൊരു പ്യൂർ ഇനാൻഷോമർ 100% ആയിട്ടുള്ള ഒരു പ്യൂർ ഇനാൻഷോമർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്തോ അത് ഇൻറ്റു 100 ചെയ്ത് നമുക്ക് എന്തോ ഇനാൻഷോമർ എക്സസ് കിട്ടും. ഓർ സംടൈംസ് എന്തായിരിക്കും ജസ്റ്റ് ഈ ഒബ്സർവ്ഡ് റൊട്ടേഷൻ എന്തായിരിക്കും സ്പെസിഫിക് റൊട്ടേഷൻ ആക്കി മാറ്റും മിക്സ്ചറിൻ്റെ. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ അല്ലേ. മിക്സ്ചറിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ ഇസ് നത്തിങ് ബട്ട് എന്താണ്, സ്റ്റാൻഡേർഡ് കണ്ടീഷനിലുള്ള എന്ത് ചെയ്യുക, ഈ ഒപ്റ്റിക്കൽ റൊട്ടേഷനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് റൊട്ടേഷൻ. അതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണ് അല്ലേ. മീൻസ് എന്ത് ചെയ്യുക, കോൺസെൻട്രേഷൻ 1 gram per liter ആയി വരിക, മീൻസ് പോളാറിമീറ്ററിൻ്റെ ലെങ്ത് 1 decimeter ആയി വരിക. ആ സമയത്ത് ഉണ്ടാകുന്ന ഒപ്റ്റിക്കൽ റൊട്ടേഷനാണ് സ്പെസിഫിക് റൊട്ടേഷൻ.
ഓക്കെ. സോ ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ മിക്സ്ചർ ഡിവൈഡ് ബൈ സ്റ്റിൽ സ്പെസിഫിക് റൊട്ടേഷൻ എന്തായിരിക്കും പ്യൂർ ഇനോൺഷ്യൂമർ ആയിരിക്കും എന്ത് ചെയ്യുക താഴെ വരാം ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഇനോൺഷ്യൂമർ എക്സസ് കിട്ടും. ഇനി അനദർ സെക്കൻഡ് ഫോർമുലാണ് പെർസെൻറ്റേജ് ഓഫ് ഡി ഡെസ്ട്രോ മൈനസ് പെർസെൻറ്റേജ് ഓഫ് ലീവോ അല്ലെ അതെന്താ മോഡുലസ് എടുക്കാൻ നെഗറ്റീവ് സൈന് എന്ത് ചെയ്യുക റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ആർ മൈനസ് പെർസെൻറ്റേജ് ഓഫ് ആർ ഇനോൺഷ്യൂമറിൻ്റെ പെർസെൻറ്റേജ് മൈനസ് ആർ എസ് ഇനോൺഷ്യൂമറിൻ്റെ എന്ത് പെർസെൻറ്റേജ് അല്ലെങ്കിൽ എസ് ഡി മൈനസ് ആൻഡ് എൽ അല്ലേ മീൻസ് മോഡുലേഴ്സ് എടുക്കണം കാരണം ഇൻ കേസ് എന്തായിരിക്കും നെഗറ്റീവ് സൈൻ വന്നതിൽ അതിനെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി ഇതൊരു കേഷനാണ്. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് പെർസെൻറ്റേജ് മാസസ് ഓർ മോൾസ് ഓഫ് എൽ ആൻഡ് ഡി അല്ലെ ലീവോ അല്ലെങ്കിൽ ഡെസ്ട്രോ അല്ലെ ഈ ലീവോ ഡെസ്ട്രോന് ചിലപ്പോൾ എന്താ ഒന്നുകിൽ ആറോ അല്ലെങ്കിൽ എസ്ഒ ആയിരിക്കാം ചില ടൈമിലെങ്കിൽ ലീവോ എന്ന് തന്നിട്ടുണ്ട് ഡെസ്ട്രോ ഉണ്ടാവും ഡെഫിനറ്റ്ലി അവർ കോൺഫിഗറേഷൻ ഒന്നുകിൽ എല്ലോ ആറോ എസ്ഒ ആയിരിക്കും അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ലീവോ ആൻഡ് ഡെസ്ട്രോ അല്ലെങ്കിൽ ആർ ആൻഡ് എസ് അല്ലെ ഗിവൺ ദെൻ എന്തായിരിക്കും ഇനോൺഷ്യൂമർ എക്സിസ്റ്റിന്റെ ഇക്വേഷൻ എന്താ എൽ മൈനസ് ഡി അല്ലെ മോഡുലസ് ഓഫ് എൽ മൈനസ് ഡി ഡിവൈഡ് ബൈ എൽ പ്ലസ് ഡി ഇൻറ്റു 100 അല്ലെ ആറിൻ്റെ എസിൻ്റെ ഫോമിലാണ് ഈ ഇക്വേഷൻ വരും. ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടെത്തും. വേറെ ഇവിടെ എന്തായിരിക്കും നമ്മൾ ആർ എസിന് എന്ത് ക്വാണ്ടിറ്റിയാണ് കൺസിഡർ ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസോ അല്ലെങ്കിൽ മാസോ. ഈ ഫോർത്ത് ആയിട്ടുള്ള ഇക്വേഷൻ ലാസ്റ്റ് ഇക്വേഷൻ പെർസെൻറ്റേജ് ഓഫ് മേജർ ഇനോൺഷ്യൂമർ നിങ്ങളോട് കാണാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക 100 പ്ലസ് ഇനോൺഷ്യൂമർ എക്സസ് ബൈ ഡിവൈഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് മേജർ ഇനോൺഷ്യൂമർ പെർസെൻറ്റേജ് കിട്ടും. മൈനറിന് കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യുക 100 മൈനസ് ഇനോൺഷ്യൂമർ എക്സസ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ മതി. ഈ 4 ഇക്വേഷനും അതുപോലെ തന്നെ ഇനോൺഷ്യൂമർ എക്സിന് ഈ 4 ഇക്വേഷനും സ്പെസിഫിക് റൊട്ടേഷൻ ആ ഒരു ഇക്വേഷനും ഈ 5 ഇക്വേഷനും ബേസിക്കലി എന്ത് ചെയ്യുക ഈ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഇത് ഓർത്തുന്നത് തന്നെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ എ സാമ്പിൾ ഓഫ് 2 ബ്രോമോ ബ്യൂട്ടേൻ ഈസ് ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ അല്ലെ ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട് അല്ലെ ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട് പ്ലസ് 9.2 ഡിഗ്രി തന്നിട്ടുണ്ട് ആൻഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യൂർ ഇനോൺഷ്യൂമർ അല്ലെ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യൂർ ഇനോൺഷ്യൂമറും തന്നിട്ടുണ്ട് പ്യൂർ ഇനോൺഷ്യൂമറിൻ്റെയും സ്പെസിഫിക് എന്ത് റൊട്ടേഷൻ തന്നിട്ടുണ്ട് എത്ര തന്നിട്ടുണ്ട് പ്ലസ് 23 ഡിഗ്രി അല്ലേ ഈ പ്ലസ് കണ്ടത് നമുക്ക് മനസ്സിലായത് എന്താ ഡെസ്ട്രോ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ മോളിക്കൂൾ എന്തായിരിക്കും ഡെസ്ട്രോ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുക ലൈറ്റിന് എന്ത് ചെയ്യുന്നത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനാൻഷ്യോമറി എക്സസ് കാണാൻ ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇനാൻഷ്യോമറി എക്സസ് ഈക്വൽ ടു അല്ലേ ഒബ്സേർവ്ഡ് സ്പെസിഫിക് ഒബ്സേർവ്ഡ് നമ്മൾ 2 ഇക്വേഷൻ പറഞ്ഞല്ലോ ഒബ്സേർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യൂർ ഇനാൻഷ്യോമർ അല്ലേ പ്യൂർ ഇനാൻഷ്യോമർ ഇൻറ്റു 100 ഇവിടെ പ്യൂർ ഇനാൻഷ്യോമർ ഏതാ നമ്മൾ എസ് ഇനാൻഷ്യോമറിൻ്റെ റൊട്ടേഷൻ അല്ലേ സോ ബേസിക്കലി മിക്സ്ഡറിൻ്റെ റൊട്ടേഷൻ തന്നിട്ടുണ്ട് സ്പെസിഫിക് റൊട്ടേഷൻ എത്ര പ്ലസ് 9.2 ഡിഗ്രി ആൻഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ഇത് തന്നിട്ടുണ്ട് എന്തുണ്ട് പ്യൂർ ഇനാൻഷ്യോമർ 23.3 അല്ലേ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ കാൽക്കുലേഷൻ കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി യു വിൽ ഗെറ്റ് അറൌണ്ട് 39.82% നിങ്ങൾക്ക് എന്താ ഇതിനെ ആൻസർ കിട്ടും 39.82 ആൻസർ നിങ്ങൾക്ക് ഇതിന് കിട്ടും. ഓക്കെ ക്ലിയർ ആണല്ലോ. ഇപ്പോൾ 39.82% എന്താ എസ് ഇനാൻഷ്യോമർ എന്തുണ്ട് എക്സസ് ആണ് ആ മിക്സ്ചറിൽ ആ എക്സസ് കാരണം ഈ മോളിക്കൂൾ എന്തായിരിക്കും മിക്സ്ചർ എന്തായിരിക്കും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ നോ 39.82% എക്സസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി റെസിമിക് മിക്സ്ചർ എന്തായിരിക്കും നിങ്ങൾക്ക് 100 മൈനസ് 38 ചെയ്താൽ മതി എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നിങ്ങളെ റെസിമിക് മിക്സ്ചർ ആയിരിക്കും അല്ലേ റെസിമിക് മിക്സ്ചർ എത്ര ആയിരിക്കും. ഓക്കെ സോ ഗൈസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം 50 gram ഓഫ് ഡി ഗ്ലിസറാഡിൻ 10 gram ഓഫ് എൽ ഗ്ലിസറാഡിൻ ടേക്കൺ ഇൻ എക്സ്പെരിമെൻറ്റ് അല്ലേ 15 gram ഡി ഗ്ലിസറാഡും 10 gram എൽ ഗ്ലിസറാഡും എന്ത് ചെയ്തു ഒരു മിക്സ്ചർ ആക്കി എടുത്തു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്തു സ്പെസിഫിക് റൊട്ടേഷൻ ഈസ് ഫോൺ ടു ബി 50 ഡിഗ്രി അല്ലേ സ്പെസിഫിക് റൊട്ടേഷൻ കണ്ടു എന്ത് 50 ഡിഗ്രി എന്ന് കണ്ടിട്ടുണ്ട് പ്ലസ് 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ സോ പ്ലസ് 50 ഡെഫിനറ്റ്ലി എന്തായിരിക്കും അത് ഡി ഇനാൻഷ്യോമറിനാണ് തന്നിട്ടുള്ളത് ഡി ഇനാൻഷ്യോമറിൻ്റെ ആയിരിക്കും കാരണം ഡി ഇനാൻഷ്യോമറിനാണ് എന്ത് ആ 50 ഡിഗ്രി വരുന്നുണ്ട്. നോ കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് ഓഫ് ഡി ആൻഡ് എൽ ഗ്ലിസറാൾഡിയേഡ് റെസ്പെക്റ്റ്ലി ആൻഡ് ഒബ്സർവ് റൊട്ടേഷൻ ഓഫ് ദി മിക്സ്ചർ ഡിൻ്റെയും എല്ലിൻ്റെയും പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സ്ചറിൻ്റെ ഈ മിക്സ്ചറിൻ്റെ ഒബ്സർവ്ഡ് റൊട്ടേഷൻ എന്തായിരിക്കും അതും ചോദിച്ചിട്ടുണ്ട്. സോ നമുക്കറിയാം ഇനാൻഷ്യോമറി എക്സസിൻ്റെ ഇക്വേഷൻ നമ്മളോട് ഏത് ഉപയോഗിക്കണം വി നോ ദാറ്റ് ഇനാൻഷ്യോമറി കേസിന് അറിയാം മോഡുലസ് ഓഫ് ഡി മൈനസ് എൽ ഓക്കെ ദെൻ ഡി പ്ലസ് എൽ ഇൻറ്റു 100 അല്ലേ എപ്പോഴാണ് ഇക്വേഷൻ ഉപയോഗിക്കുക ഡി മോഡുലസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം വെയിറ്റിലോ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസിൻ്റെ ടേംസിൽ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഇനാൻഷ്യോമറിക് എക്സസ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് അല്ലേ ഡി ആൻഡ് എൽ അല്ലെങ്കിൽ ആർ മൈനസ് എസ് ആ രീതിയിലും ചെയ്യാം. സോ ഡെഫിനറ്റ്ലി ഇവിടെ ചെയ്ത് നോക്കും നിങ്ങൾക്ക് കിട്ടും 50 മൈനസ് 10 ഡിവൈഡ് ബൈ 50 പ്ലസ് 10 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 10 ഡിവൈഡ് ബൈ 25 ഇൻറ്റു 100 നിങ്ങൾക്ക് എന്ത് കിട്ടും 20% കിട്ടുന്നത് ഇനാൻഷ്യോമറിക് എക്സസ്. ഈ 20% എന്തിൻ്റെ ആയിരിക്കും എക്സസ് നമുക്ക് ഡീൻ്റെ ആയിരിക്കും എക്സസ് കാരണം ഡീൻ്റെ എമൗണ്ട് ആണ് കൂടുതലുള്ളത്. സോ ഈ 20% ബേസിക്കലി എന്താ ഡി ദാറ്റ് മീൻസ് പ്ലസ് അല്ല പ്ലസ് ഇനാൻഷ്യോമറിൻ്റെ ആയിരിക്കും ഡെസ്ട്രോ റൊട്ടേറ്ററി കണക്കിന് ഇനാൻഷ്യോമറിൻ്റെ ആയിരിക്കും അതിൻ്റെ എക്സസ് ആയി ഉണ്ടാവില്ലേ. ഇനി നിങ്ങളോട് ചോദിച്ചിട്ട് എന്താ പെർസെൻറ്റേജ് ഇനാൻഷ്യോമറിക് എക്സസ് ചോദിച്ചിട്ടുണ്ട് ഇനാൻഷ്യോമറിക് എക്സസ് കാണാൻ ഇനി നിങ്ങളോട് ചോദിച്ചിട്ടുള്ള എന്താ മേജറിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചിട്ടുണ്ട് മേജറിൻ്റെ എന്താ പെർസെൻറ്റേജ് ചോദിച്ചാൽ നമുക്കറിയാം മേജറിൻ്റെ പെർസെൻറ്റേജ് മേജർ ഇനാൻഷ്യോമർ പെർസെൻറ്റേജ് ചോദിച്ചാൽ 100 പ്ലസ് ഇനാൻഷ്യോമർ ബൈ 2 അല്ലേ
That means 100 plus 20 divided by 2. That means 120 divided by, that means 60% നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡി ഇനാൻഷോമർ കിട്ടും. മൈനറിന്റെ പെർസെൻറ്റേജ് കാണാൻ ചോദിച്ചാൽ എങ്ങനെ അറിയാം? മൈനർ ഈക്വൽ ടു നത്തിങ് ബട്ട് 100 മൈനസ് ഇനാൻഷോമർ 2. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കിട്ടും 80 അല്ലേ? 100 മൈനസ് 80 ഡിവൈഡ് 2. ദാറ്റ് മീൻസ് 40% നിങ്ങൾക്ക് കിട്ടും, എല്ലും കിട്ടും. സോ ഡി 60% ആവും, എൽ എന്താ 40% ആവും അല്ലെ? ഡി 60% ഉള്ള ഒരു ഓപ്ഷൻ ഇതുണ്ട്, ഇവിടെ ഇതുണ്ട്. സോ ഈ ബിയും സിയും വല്ല എയും ഡിയോ വരുള്ളൂ. ഓക്കെ, ഇനി നോക്ക് മിക്സ്ചറിന്റെ റൊട്ടേഷൻ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നോക്ക് എങ്ങനെയാണെന്നുള്ളത്. സോ മിക്സ്ചറിന്റെ റൊട്ടേഷൻ കാണാൻ അഗെയിൻ വി നോ ദാറ്റ് ഇനാൻഷോമർ എക്സസ് ഈക്വൽ ടു എന്താ? ഒബ്സർവ്ഡ് റൊട്ടേഷൻ അല്ലേ? സോ മിക്സ്ചറിന്റെ റൊട്ടേഷൻ കാണാൻ വി നോ ദാറ്റ് ഇനാൻഷോമർ എക്സസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യൂർ ഇനാൻഷോമർ. ഇത് നമ്മൾ ഇക്വേഷൻ ആയിരുന്നു. പ്യൂർ ഇനാൻഷോമർ ഇൻറ്റു 100. പ്യൂർ ഇനാൻഷോമറിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ പ്ലസിന്റെ ഓൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്, പ്ലസ് 50 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് കിട്ടും ഒബ്സർവ്ഡ് റൊട്ടേഷൻ ആണ്. സോ ഇത് കാണാൻ ഒബ്സർവ്ഡ് റൊട്ടേഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫിക് അല്ല റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ പ്യൂർ ഇനാൻഷോമർ ഇൻറ്റു ഇനാൻഷോമർ എക്സസ് ബൈ എന്ത് ചെയ്യുക? ഇത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. ജസ്റ്റ് ഇതെല്ലാം കണ്ടേ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യൂർ ഇനാൻഷോമർ എത്ര? 50. ഇനാൻഷോമറിക് എക്സസ് എന്താ? 20 ഡിവൈഡ് ബൈ 100. സോ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഗെറ്റ് 10 അല്ലേ? നോ ദിസ് 10 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും സൈൻ, ബിക്കോസ് നമുക്കറിയാം ഇനാൻഷോമറിക് എക്സസ് ഏതിൻ്റെയാണ് എക്സസ് ഉള്ളത്? ഡീൻ്റെതാണ് എക്സസ് ആയിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി വാട്ട് എവർ ദി ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ അല്ലേ, എന്തായിരിക്കും? ഡീൻ്റെ തന്നെ ആയിരിക്കും. ഡി മീൻസ് നത്തിങ് ബട്ട് പോസിറ്റീവ് സൈൻ, ഡെക്സ്ട്രോ റൊട്ടേറ്ററി. സോ നമ്മൾ ആൻസറിലോട്ട് നോക്കാം. നോ എമോങ് എ ആൻഡ് സി ഡെഫിനറ്റ്ലി സി ഇസ് ദ കറക്റ്റ് ആൻസർ. കാരണം പ്ലസ് ഡി ഡെക്സ്ട്രോ റൊട്ടേറ്ററി പ്രകാരമുള്ള റൊട്ടേഷൻ ആയിരിക്കും നമുക്ക് ബേസിക്കലി ഫൈനൽ മിക്സ്ചറിൽ ഉണ്ടാവില്ലേ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. ദ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ഒപ്റ്റിക്കലി പ്യൂർ ആർ ടു ബ്രോമോബ്യൂട്ടൈൻസ് 112 ഡിഗ്രി. എ ഗിവൺ സാമ്പിൾ ഓഫ് സെയിം എക്സ് വിത്ത് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് -822.8 ഡിഗ്രി. ദിസ് പെർസെൻറ്റേജ് ഓഫ് എസ് ഇനാൻഷോമർ ഇൻ ദ സാമ്പിൾ. ഓക്കെ, സോ ഇനാൻഷോമർ എക്സസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ബേസിക്കലി നോക്കൂ, സ്പെസിഫിക് റൊട്ടേഷൻ ഒപ്റ്റിക്കലി പ്യൂർ കോമ്പൗണ്ട് തന്നില്ല. നമുക്കറിയാം സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ അല്ലേ? മിക്സ്ചർ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യൂർ ഇനാൻഷോമർ അല്ലേ ഇൻറ്റു 100. ദാറ്റ് മീൻസ് സ്പെസിഫിക് റൊട്ടേഷൻ എന്ത് തന്നിട്ടുണ്ട്? സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് എന്ത് ചെയ്യുക? ഒപ്റ്റിക്കലി പ്യൂർ കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സ്ചറിനും തന്നിട്ടുണ്ട്. മിക്സ്ചർ നോക്കൂ 82.88 ഡിഗ്രി തന്നിട്ടുണ്ട്. അതുപോലെ പ്യൂർ ഇനാൻഷോമർ തന്നിട്ടുണ്ട് -112 ഡിഗ്രി. സോ നിങ്ങൾ ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ റഫ്ലി വിൽ ഗെറ്റ് 74% അല്ലേ? 74% നിങ്ങൾക്ക് എന്താ വാല്യൂ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇനാൻഷോമറിക് എക്സസ് ആയി കിട്ടും. ഓക്കെ, ഇനാൻഷോമറിക് എക്സസ് കിട്ടും മീൻസ് ഏതിൻ്റെ ആയിരിക്കും? എന്തിൻ്റെ ചോദിച്ചിട്ടുണ്ട്? 6 ഇനാൻഷോമറിൻ്റെ. 6 ഇനാൻഷോമർ ആണ് ബേസിക്കലി എക്സസിലുള്ളത് അല്ലേ? 6 ഇനാൻഷോമർ ആയിരിക്കും. നിങ്ങളോട് ചോദിച്ചു പെർസെൻറ്റേജ് ഓഫ് എസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം എസ് എന്താ? ബേസിക്കലി 6 ഇതിൽ എന്തായിരിക്കും? മേജർ ആയിരിക്കും അല്ലേ? മേജർ ഏതായിരിക്കും? 6 ആയിരിക്കും. സോ എസ് ഡെഫിനറ്റ്ലി എന്തായിരിക്കും? മൈനർ ആയിരിക്കും അല്ലേ? മൈനർ ആയിരിക്കും. കാരണം എസ് എന്തായിരിക്കും? എക്സസിലല്ല, 6 ആണോ എക്സസിലുള്ളത്? ഇപ്പോൾ പെർസെൻറ്റേജ് ഓഫ് എസ് കാണാൻ, ദാറ്റ് മീൻസ് മൈനർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 100 മൈനസ് ഇനാൻഷോമർ എക്സസ് ബൈ 2 അല്ലേ? മിക്സ്ചറിലുള്ള പെർസെൻറ്റേജ് ചോദിച്ചു. സോ 100 മൈനസ് 74/2 ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കിട്ടും 26 ഡിവൈഡ് ബൈ 2. ദാറ്റ് മീൻസ് 13% നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് എസ് ഇനാൻഷോമർ കിട്ടും. നിങ്ങൾ ഇപ്പോൾ 6ൻ്റെ ആണ് ചോദിച്ചു നോക്കും. മേജറിൻ്റെ എത്ര ഉണ്ട് ഇതിൽ പെർസെൻറ്റേജ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു? 100 പ്ലസ് ഇനാൻഷോമർ എക്സസ് ബൈ 2. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് 100 പ്ലസ് 74 ഡിവൈഡ് ബൈ 2 അല്ലേ? 74 ഡിവൈഡ് ബൈ 2 ദാറ്റ് മീൻസ് വിൽ ഗെറ്റ് 174 ഡിവൈഡ് ബൈ 2. സോ ദിസ് വാല്യൂ വിൽ ഗെറ്റ് 87%. 87% നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? 6 മേജർ ആയിട്ടുള്ള 6 കിട്ടും. മൈനർ ആയിട്ടുള്ള എസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? 13%. നിങ്ങൾ എസിൻ്റെ മൈനർ ആയിട്ട് നമുക്ക് എസ് ഉള്ള അതിൻ്റെ പെർസെൻറ്റേജ് ചോദിച്ചിട്ടുള്ളൂ. ആൻസർ എന്നതിൻ്റെ 13%. ക്ലിയർ ആണല്ലോ? സോ ഗൈസ്, ഈ ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ഫോർ എസ് പോസിറ്റ് പ്ലസ് ടു ബ്യൂട്ടനലൈസ് 10 ഡിഗ്രി ml per gram decimeter. The observed rotation of sample composed of mixture of R and S അല്ലേ? മിക്സ്ചറിൻ്റെ തന്നിട്ടുണ്ട് -0.45 ഡിഗ്രി തന്നിട്ടുണ്ട്. If the cell path length is 0.6 decimeter and concentration of 2 butanol sample is 0.15 gram per ml, then what is the percentage of R and S ഇനാൻഷോമർ in the sample എന്നുണ്ട്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ നമുക്കറിയാം ഇനാൻഷോമർ എക്സസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താ? ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ അല്ലേ? ഒബ്സർവ്ഡ് സ്പെസിഫിക്
റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ, മിക്സ്ചറിൻ്റെ എന്ത് ചെയ്യുന്നതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ ചോദിച്ചിട്ടുണ്ട്, ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യൂർ പ്യൂർ ഇനാൻഷോമർ അല്ലേ. നമ്മൾ ഇനാൻഷോമർ എക്സസിൻ്റെ രണ്ടാമത്തെ ഫസ്റ്റ് ഫോർമുലയിലെ രണ്ടാമത്തെ ഇക്വേഷനാണത് അല്ലേ. നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഒബ്സർവ്ഡ് റൊട്ടേഷൻ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ പ്യൂർ ഇനാൻഷോമർ, അതൊരു ഇക്വേഷൻ. അല്ലെങ്കിൽ ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ പ്യൂർ ഇനാൻഷോമർ അല്ലേ. മോസ്റ്റ് ഓഫ് ദി കേസിൽ ഈ ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ആയിരിക്കും അത് നമ്മൾ യൂസ് ചെയ്യുക. സോ നോക്ക്, ഇതിൽ നമുക്കറിയാം പ്യൂർ ഇനാൻഷോമറിന് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ എസ് ഇനാൻഷോമറിന്റെ ഒബ്സർവ്ഡ് റൊട്ടേഷൻ ഇവിടെ തന്നിട്ടുണ്ട്, മീൻസ് പ്യൂർ ഇനാൻഷോമറിന്റെ സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട് 10 ഡിഗ്രി ml/gram അല്ലേ. ഈ സാധനം നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്. സോ വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇനാൻഷോമർ എക്സസ് കണ്ടെത്താൻ നമ്മൾ എന്ത് കണ്ടെത്തണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദിസ് വാല്യൂ നമ്മൾ കണ്ടെത്തണം, ദിസ് വാല്യൂ. അപ്പോൾ അതിനുള്ള ഇക്വേഷൻ നമുക്കറിയാം, സ്പെസിഫിക് റൊട്ടേഷൻ ഇക്വേഷൻ നമുക്കറിയാം, ആൽഫ സിക്കൽ ടു ആൽഫ ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഇൻറ്റു എൽ. സോ വാട്ട് ഈസ് ആൽഫന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് ഗിവൺ അല്ലേ. ആൽഫ നമുക്കറിയാം ഒബ്സർവ്ഡ് റൊട്ടേഷൻ ആണ്. ഈ മിക്സ്ചറിന്റെ ഒബ്സർവ്ഡ് റൊട്ടേഷൻ ഇവിടെ തന്നിട്ടുണ്ട് -0.45 ഡിഗ്രി. അത് നമുക്കറിയാം കോൺസെൻട്രേഷൻ ഈസ് ഓൾറെഡി ഗിവൺ ദാറ്റ് 0.15 g/ml. ആ ലെങ്ത് തന്നിട്ടുണ്ട് 0.6 ഡെസിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. സോ ദിസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് 50 ഡിഗ്രി 5 ഡിഗ്രി ml/g/ഡെസിമീറ്റർ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ ഈ സാധനം കിട്ടി. ഇനി നമുക്ക് ഇനാൻഷോമർ എക്സസ് കാണാൻ സിമ്പിൾ അല്ലേ. ഇനാൻഷോമർ എക്സസ് കണ്ടോളൂ. ഇനാൻഷോമർ എക്സസ് കാണാൻ ജസ്റ്റ് 55 ഡിവൈഡ് ബൈ ഈ വാല്യൂ എന്ത് അവിടെ പുട്ട് ചെയ്യുക, 5 ഡിവൈഡ് ബൈ ഈ പ്യൂർ ഇനാൻഷോമറിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, ബേസിക്കലി 10 തന്നിട്ടില്ലേ. 5 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 100 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും 50% നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇനാൻഷോമറിക്ക് എക്സസ് കിട്ടും. ഏതായിരിക്കും എക്സസ്? ബേസിക്കലി എസ് ഇനാൻഷോമർ ആയിരിക്കും അല്ലേ. എസ് ഇനാൻഷോമർ ആയിരിക്കും നിങ്ങൾക്ക് എക്സസ് കിട്ടുക. കാരണം എസിന്റെ പ്യൂർ ആയിട്ടുള്ള എസിന്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മേജർ ആയിട്ടില്ല ഇനാൻഷോമർ എക്സസ് ആയി കിട്ടുന്ന ആരാണ്? എസ് ഇനാൻഷോമർ ആയിരിക്കും. ഇനി നിങ്ങളോട് പെർസെൻറ്റേജ് ഓഫ് ആർ ആൻഡ് എസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കാം. സോ പെർസെൻറ്റേജ് ഓഫ് മേജർ അല്ല, ഇവിടെ മേജർ ആയിട്ടുള്ള ഏതാണ്? ഇനാൻഷോമർ എക്സസ് ഉള്ള സാധനമാണ് ബേസിക്കലി മേജർ ആയി വരാം. അതായത് ബേസിക്കലി എസ് ഇനാൻഷോമർ ആണ്. So indication നമുക്ക് 100 plus enantiomer by 2, that means 100 plus 50 divided by 2, that means 150 divided by 2, that means 75% നിങ്ങൾക്ക് കിട്ടും. പെർസെൻറ്റേജ് ഓഫ് മൈനർ ആണ് നമുക്കറിയാം, മൈനർ ആയിട്ടുള്ള ആളായിരിക്കും നമ്മുടെ ആറാണ്. ഇൻഡിക്കേഷൻ നിങ്ങൾ 100 minus 50 divided by 2, that means എന്ത് ചെയ്യും? 75 100 minus 50 minus 2, so 50 by 2, that means 25%. ഓക്കെ, സോ എസ് നിങ്ങൾക്ക് എന്ത് കിട്ടും? 25 കിട്ടും. എസ് നിങ്ങൾക്ക് 75% ഉണ്ടായിരിക്കും. ഏതിൽ? നമ്മളെ മിക്സ്ചറിൽ. ഓക്കെ, മിക്സ്ചറിൽ എത്ര ഉണ്ടായിരിക്കും? ഇതിലുള്ള 25 ഇതിൽ നിന്നുള്ള 25 കൂടി കയറിയിട്ട് എന്തായിരിക്കും? റെസി മിക്സ്ചർ ഉണ്ടായിരിക്കും. ആൻഡ് റിമൈനിങ് 50% ബേസിക്കലി നിങ്ങൾ എന്ത്? ഇനാൻഷോമർ എക്സസ് ഉള്ളത്. ഓക്കെ, മീൻസ് തിയററ്റിക്കലി എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. സോ ഗൈസ്, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കി ബിഗ് ലെങ്തി ക്വസ്റ്റ്യൻ, സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. എന്ത് ചെയ്തു? നഫ്രോക്സ് എന്ന് പറയുന്ന ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് ഉണ്ട് അല്ലേ. അതിന് നമുക്ക് ഡ്രഗ് മെഡിക്കലി യൂസ് ചെയ്യണമെങ്കിൽ, മീൻസ് മെഡിക്കൽ ഷോപ്പിൽ യൂസ് ചെയ്യണമെങ്കിൽ 97% ഇനാൻഷോമറി എക്സസ് ആയിരിക്കണം അല്ലേ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? ഒരു അനലിസ്റ്റ് വന്നു. എന്ത് ചെയ്തു? ഒരു ലോക്കൽ മെഡിക്കൽ ഷോപ്പിലോട്ട് എന്ത് ചെയ്തു? കെമിസ്റ്റിൻ്റെ അടുത്തോട്ട് ഒരു അനലിസ്റ്റ് വന്നിട്ട് അയാൾ എന്ത് ചെയ്തു? 2.6 gram ഓഫ് ആ സാമ്പിൾ എടുത്തു നഫ്രോക്സോണിൻ്റെ. എന്നിട്ട് 10 ml ക്ലോറോഫോമിലും എന്നിട്ട് അയാൾ ഇട്ട് കൊടുത്തു അല്ലേ. മീൻസ് ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. അപ്പോൾ ഇട്ട് കൊടുത്തപ്പോൾ അയാൾക്ക് എന്ത് കിട്ടി? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ 15.2 കിട്ടി ഓൺ പൊളാറിമീറ്റർ 10 cm പൊളാറിമീറ്റർ ലെങ്ത് ഉള്ള എന്ത് മീൻസ് പൊളാറിമീറ്ററിൻ്റെ ലെങ്ത് ഉള്ള പാത്ത് ലെങ്ത് ഉള്ള സിസ്റ്റത്തിൽ 15.2 അയാൾക്ക് റൊട്ടേഷൻ കിട്ടി അല്ലേ. അപ്പോൾ അയാൾ ഇത് ഈ 97% ഇനാൻഷോമർ എക്സസ് ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള എന്താണ്? സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് എസ് ഇനാൻഷോമർ, പ്യൂർ ഇനാൻഷോമർ എസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ തന്നിട്ടുണ്ട്. സോ നേരത്തെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു. ഇനാൻഷോമർ എക്സസ് കാണാൻ നമുക്ക് എന്താ പറയുക? ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ അല്ലേ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യുവർ ഇനാൻഷോമർ ഇൻറ്റു 100 അല്ലേ. പ്യൂർ ഇനാൻഷോമർ ഇവിടെ തന്നിട്ടുണ്ട്. പ്യൂർ ഇനാൻഷോമർ 65 ഡിഗ്രി തന്നിട്ടുണ്ട്. നേരത്തെ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരുന്നു അല്ലേ. സോ ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ കാണണം. സോ അത് കണ്ടെത്തി നമുക്ക് ഇക്വേഷൻ അറിയാം. ആൽഫ സീക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ സി ഇൻറ്റു എൽ അല്ലേ. നോക്കൂ, ആൽഫ ഇവിടെ തന്നിട്ടുണ്ട്. ആ മിക്സ്ചറിന് ആൽഫ തന്നിട്ടുണ്ട് 15.2 തന്നെ. ഒബ്സർവ്ഡ് റൊട്ടേഷൻ തന്നിട്ട് 15.2. കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. എത്ര തന്നുള്ള കോൺസെൻട്രേഷൻ? 2.6 gram അല്ലെ. കോൺസെൻട്രേഷൻ നമുക്കറിയാം gram/ml ആണ് അല്ലേ. 2.6 gram ഏത് ml? 10 ml അല്ലേ. അത് തന്നിട്ടുണ്ട്. അപ്പോൾ 2.6 ഡിവൈഡ് ബൈ 10 അല്ലേ gram/ml ഇൻറ്റു അല്ലേ ലെങ്ത് തന്നിട്ടുണ്ട്. എത്ര തന്നിട്ട്? 10 cm. 10 cm സീക്വൽ എന്താ? 1 decimeter അല്ലേ. സെർബിലി 1 decimeter തന്നിട്ടുണ്ട്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും വാല്യൂ 58.46 ഡിഗ്രി എന്താ നമുക്ക് വാല്യൂ കിട്ടും ആൽഫൻ്റെ വാല്യൂ. ഇനി നമുക്ക് എന്ത് കാണും? ഇനാൻഷോമറിക് എക്സസ് കാണും. ഇനി നമ്മൾ എന്ത് കണ്ടെത്തണം? ഇനാൻഷോമറിക് എക്സസ് കണ്ടെത്തണം. നമ്മൾ പർപ്പസ് അതല്ലായിരുന്നോ ഇനാൻഷോമറിക് എക്സസ് കണ്ടെത്തുക. സോ ബേസിക്കലി നോക്കൂ, നമുക്കറിയാം ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ
ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യുവർ ഇനാൻഷോമർ അല്ലേ, പ്യുവർ ഇനാൻഷോമർ ഇൻറ്റു 100. സോ ഒബ്സേർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് 58.46. സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യുവർ ഇനാൻഷോമർ നമുക്കറിയാം എസിൻ്റെ +65.6 ഇൻറ്റു 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ റഫ്ലി യു വിൽ ഗെറ്റ് അറൗണ്ട് വാല്യൂ 89.1% നിങ്ങൾക്ക് കിട്ടും. ഓപ്ഷൻ നോക്ക് ബി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, നമുക്ക് അച്ചീവ് വേണ്ടി എത്രയായിരുന്നു, സെല് ചെയ്യണമെങ്കിൽ 97% ആണ് നമുക്ക് സെല് ചെയ്യുമ്പോൾ അച്ചീവ് വേണ്ടി, പക്ഷെ നമുക്ക് കിട്ടിയത് 89.1% ആണ്. ദാറ്റ് മീൻസ് ബേസിക്കലി ഈ ഡ്രഗ് നിങ്ങൾക്ക് എന്താ പറ്റില്ല, ഈ ലാബിലുള്ള ഈ അനലിസ്റ്റ് ലാബിലുള്ള ഈ കെമിസ്ട്രി സെയിൽ ചെയ്യേണ്ട ഈ ഡ്രഗ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൽ 89.1% എക്സസ് ഉള്ളൂ. 97% കിട്ടിയാൽ മാത്രം നമുക്ക് സെല് ചെയ്യാൻ അലൗഡ് ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് ഒപ്റ്റിക്കലി പ്യൂർ കോമ്പൗണ്ട് ഈസ് ദിസ് വൺ +75.3 at 20 degrees Celsius. A synthetic sample of the same compound shows specific rotation of +66.3. Okay, at 20 degrees Celsius. The enantiomer excess of the synthetic compound. Again നമുക്കറിയാം enantiomer excess നോക്കൂ, ഒബ്സർവ്ഡ് സ്പെസിഫിക് റൊട്ടേഷൻ അല്ലേ, ഒബ്സർവ്ഡ് സെക്കൻഡ് ഇക്വേഷൻ അല്ലേ, റൊട്ടേഷൻ ഓഫ് മിക്സ്ചർ ഡിവൈഡ് ബൈ സ്പെസിഫിക് റൊട്ടേഷൻ ഓഫ് പ്യൂർ ഇനാൻഷോമർ. പ്യൂർ ആയിട്ടുള്ള ഇനാൻഷോമറിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ എത്രയാണ് അല്ലേ, ഇൻറ്റു 100. ബേസിക്കലി നമ്മൾ മാർക്ക് പ്യൂർ ആയി കിട്ടുന്ന ഇനാൻഷോമർ അത് മിക്സ്ചറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് എന്തോ എക്സസ് ഉണ്ടെന്ന് കാണിക്കും അല്ലേ. പ്യൂർ ആയിട്ടുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മിക്സ്ചറിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പ്യൂറിൻ്റെ എത്ര ആയിട്ട് എക്സസ് ഉണ്ടാവുമെന്ന് കാണിക്കുക. അത് സിമ്പിൾ നമ്മൾ മാർക്ക് കളി 100 നമുക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലേ. സോ നോക്ക്, ഈ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗെറ്റ് ദാറ്റ് 66.3 ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് എന്തിൻ്റെ മിക്സ്ചറിൻ്റെത്, ആൻഡ് പ്യൂറിൻ്റെ തന്നിട്ടുണ്ട് +75.3. 100 ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിൽ ഗെറ്റ് 88.06% കിട്ടും. നിയറസ്റ്റ് ഇൻഡിജറിലോട്ട് നിങ്ങളോട് റൗണ്ട് ഓഫ് ചെയ്യാൻ വന്നത്. സോ അഗെയിൻ നിയറസ്റ്റ് ഇൻഡിജർ നമുക്ക് 88%. ഇത് ജാമ പ്രീവിയസ് ഇയർ എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 88% ആണ് ഇതിൻ്റെ എന്ത് ചെയ്യുക, ഇനാൻഷോമറി എക്സസ് നിങ്ങൾ കിട്ടുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ജാമിനും നെറ്റിനും ഇതിനൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ ഗൈസ്, താങ്ക് യു.